ഗുണ്ടാവിളയാട്ടം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ തോതിൽ നടക്കുകയാണ്. കൂടുതലും തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്തും പരിസരത്തും ആയിട്ട് ധാരാളം നടക്കുന്നുണ്ട്. കാണുന്നവനെയൊക്കെ എടുത്തിട്ട് അടിക്കുക, വീട് കയറി ആക്രമിക്കുക, റോഡിൽ പോകുന്നവരെ ഉപദ്രവിക്കുക. ഈ അടുത്ത സമയത്തൊരു സ്ത്രീ ഭർത്താവും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ അവരെ അവിടെ റോഡിലിട്ട് മർദ്ദിക്കുകയാണ് ധാരാളം, താഴെ ഇട്ടിട്ട്. അത് തടയാൻ വന്ന അയാളെ പരിക്കേൽപ്പിക്കുക. ഈ രീതിയിലുള്ള അക്രമങ്ങൾ പട്ടാപ്പകലും രാത്രിയും തോന്നുമ്പോഴൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം പോലാണ് നമ്മളിപ്പോൾ കാഞ്ഞങ്ങാട്ട് കണ്ട ഒരു സംഭവം. വീട്ടിൽ ഉറങ്ങി കിടന്ന ഒരു 8 വയസ്സുകാരി പെൺകുട്ടി, അതിനെ ആ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ ലൈംഗികമായിട്ട് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ കമ്മൽ, വേറെ ആഭരണങ്ങളൊന്നുമില്ല, അത് ഊരിയെടുത്തുകൊണ്ട് ഈ വൃത്തികെട്ടവൻ പോയി എന്നുള്ളതാണ്. ഇത് ആരൊക്കെയാണ്, എത്ര പേരാ ഉള്ളതെന്നോ ഒന്നും ഇതുവരെ പോലീസിന് ഒരു തുമ്പും ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതും ഗുണ്ടകളുടെ പണി തന്നെയാണ്, ഒരു ഗുണ്ട തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല്ല. അവനെ ഈ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇത്രത്തോളം ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോയി പീഡിപ്പിച്ചതിന് ശേഷം അതിനെ അതിൻ്റെ കമ്മലും ഊരി എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞാണ്. അപ്പോൾ ഒരു മോഷണം മാത്രമല്ല അവിടെ നടക്കുന്നത്. എല്ലാ ഒഫൻസും ഉണ്ട് അതിനകത്ത്. അതായത് 376 ഇന്ത്യൻ പീനൽ കോഡിന് അനുസരിച്ചുള്ള 376 ഉണ്ട്. അതേപോലെ തന്നെ റോബറി ഉണ്ട്, കാരണം അതിനെ കമ്മലൂരി എടുത്തുകൊണ്ട് പോയി. റോബറി ഉണ്ട്. ഈ രീതിയിലുള്ള ഒഫൻസുകളൊക്കെ ഇത്രത്തോളം വലിയ ഒഫൻസാണ് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസുകാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. കാരണം ഇതൊന്നും അമർച്ച ചെയ്തില്ലെങ്കിൽ ഇതിനെയൊക്കെ അടിച്ചമർത്തണം, ഈ ഗുണ്ടകളെ. അതാ ചെയ്യേണ്ടത്. ഈ ഗുണ്ടാപ്പണി നടത്തുന്നവനെയൊക്കെ അടിച്ചമർത്തണം. അതിനൊരു കുഴപ്പമില്ല. അവിടെ എത്ര മനുഷ്യാവകാശ സംഘടനകൾ വന്നാലും ശരി, അതൊന്നും കാര്യമുള്ളതല്ല. ബലം പ്രയോഗിക്കണം അവനേക്കെതിരെ, അതാണ് ചെയ്യേണ്ടത്. ആ രീതിയിൽ അമർച്ച ചെയ്യണം കർശനമായിട്ട്, അത് നോക്കേണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു പോലീസ് സംവിധാനം നമുക്കിന്ന് ആവശ്യമാണ്. ഇപ്പോൾ പോലീസിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ അവരുടെ മുറയിലൊക്കെ നഷ്ടപ്പെട്ടേക്കാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതുപോലെ ഇത്രത്തോളം വർദ്ധിച്ചു വരുന്നത്. ഇപ്പോൾ ദിവസം തോറും ഇതല്ലേ. ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഒരു പാർട്ടി നടന്ന്, ആവേശം പാർട്ടി എന്നും പറഞ്ഞൊരു പാർട്ടി, ഒരു സിനിമയിലെ ഒരു ഗുണ്ടാരംഗങ്ങൾ ഒക്കെ കണ്ടിട്ട് അതേപോലെ തന്നെ അവിടെ ഒരു പാർട്ടി നടത്തുകയാണ് പരസ്യമായിട്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ ഉള്ള നടപടിയൊക്കെ പോലീസ് എടുത്തു. പക്ഷേ അത് നടത്താൻ ആളുകളുടെ മാനസിക സ്ഥിതി പോലും ഈ രീതിയിലേക്ക് മാറിപ്പോയെന്നുള്ളതാണ്. ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ഈ ആവേശം പാർട്ടി നടത്തി ആഘോഷിച്ചത്. അപ്പോൾ ഇതൊക്കെ കാരണം അത് അവനൊരു ഇപ്പം ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഇവന്മാർ കണക്കാക്കുന്നത്. പണ്ടാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരുത്തനെന്ന് പറഞ്ഞാൽ അവനൊരു ക്രിമിനൽ കേസിലെങ്കിലും പോലീസ് അവനെ അന്വേഷിച്ചെന്ന് അറിഞ്ഞാലും അവനൊരു പെണ്ണ് കിട്ടത്തില്ല, പെണ്ണ് കെട്ടിച്ചു കൊടുക്കത്തില്ല. ഇന്നിപ്പോൾ ഇവന്മാർ കരുതുന്നത് എന്താണെന്നറിയാം? പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കയറി, അല്ലെങ്കിൽ ജയിലിൽ പോയി കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവൻ ഹീറോയാണ്, വലിയ ആളാണ്. അതാണ് കീലേരി അച്ചു എന്ന് പറഞ്ഞ നമ്മളൊരു സിനിമ പണ്ട് നമ്മുടെ മരിച്ചുപോയ മാമുക്കോയ കീലേരി അച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കീലേരി അച്ചു ഒന്നും ചെയ്തിട്ടുള്ളതല്ല, പക്ഷേ ജയിലിൽ കിടന്ന് ഏതോ മോഷണ കേസിലോ പിടിച്ചോ കേസിലോ അങ്ങനെ കിടന്നതാണ്. എന്നിട്ട് ഇറങ്ങി വന്നൊരു കത്തിയും കൊണ്ട് നടന്ന് എല്ലാവരും ഈ മെലിഞ്ഞ് നടക്കുന്ന മാമുക്കോയെ കണ്ടിട്ട് ഓടി വീട്ടിൽ കയറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ കീലേരി അച്ചുമാർ ഇപ്പോൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അവർ ഗുണ്ടകളായി മാറി, അവർ സമൂഹത്തിൽ വളരെ അധികാരമുള്ളവരും ഒക്കെയാണ്, ഭരിക്കാൻ കഴിവുള്ളവരാണ് എന്നുള്ളൊരു തോന്നലാണ് ഇന്നത്തെ കാലത്ത്. ഈ തോന്നൽ നമ്മുടെ ചെറുപ്പക്കാരുടെ നിന്നും മാറ്റിയെടുക്കണം, എങ്കിലേ നമ്മുടെ സമൂഹം നന്നാവൂ.